പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അവരുടെ അഭിപ്രായങ്ങൾ തന്നെയാണ്. ഞാൻ ഇതിനകത്ത് ഒരു തലത്തിലും വെള്ളം ചേർക്കാതെ പറയുകയാണ്, ഈ സിനിമ കണ്ട ഒരാളെങ്കിലും ഈ സിനിമയെക്കുറിച്ച് എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് പലതും ലോജിക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അല്ലാതെ ഈ സിനിമ പോരാ, നന്നായിട്ടില്ല, ഇല്ലെങ്കിൽ മറ്റൊരു കാരണം ഒരാളും പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ വ്യത്യാസം, ഈ കഥയിലെ വ്യത്യാസം, ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് ഒരുപാട് പേർക്ക് ഇഷ്ടമായി. എന്നോട് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത് അയാൾ വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ ലൈഫിലാണിപ്പോൾ. കാരണം ഈ ജോലി സംബന്ധമായും അല്ലാതെ കുടുംബ പ്രശ്നം, അങ്ങനെ പല കാരണം. അയാൾ പറഞ്ഞു, സാമിയുടെ ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് എവിടേക്കോ ഒരു ചെറിയൊരാശ്വാസം തോന്നുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് കഴിയും എന്നയാൾ എന്നോട് പറഞ്ഞു. എനിക്ക് അതിനേക്കാൾ വലിയ അപ്രിഷിയേഷൻ വേറെ ഒന്നുമില്ല. ഞാനേ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രസ് ക്ലബിൽ ഇതേപോലെ പ്രസ് മീറ്റിൽ അന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു. അന്ന് എൻ്റെ CV5 മത്സാറ് സംവിധാനം ചെയ്ത സിനിമ ഇറങ്ങിയ സമയമായിരുന്നു. ആ സിനിമ കേരളത്തിൽ ആദ്യം തുടങ്ങിയത് ഫറൂഖ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മലബാറിൽ, കാലിക്കറ്റിനകത്ത്. ഫറൂഖിൽ ആ ഷോ തുടങ്ങുന്നത് ഏതാണ്ട് 11-11:30 മണിക്കാണ്. കിഴി എന്നും പറഞ്ഞ് അന്നൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു. അയാൾ 10 മണിക്ക് ന്യൂസ് ഇറക്കി. ആ സിനിമയെക്കുറിച്ച് പറയുക, ആ സിനിമ കാണാത്ത ഒരാൾ പറയുന്ന പോലെ അയാൾ പറഞ്ഞ ആ സിനിമ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഈ പറഞ്ഞ റിവ്യൂസ് വന്നു. സിനിമ ഇറങ്ങി തീരുന്ന മുമ്പ്. അപ്പോൾ നല്ല റിവ്യൂവർ ആണെങ്കിൽ അയാൾക്ക് നെഗറ്റീവും പോസിറ്റീവും എഴുതാൻ സിനിമയൊന്നും കാണണ്ട. ഏതെങ്കിലും 3-4 വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അംശം കിട്ടിയാൽ അവർ ഫില്ലപ്പ് ചെയ്യും. പിന്നെ അവരുടേതായ സത്വസിദ്ധമായ ഭാഷ. ഇപ്പോൾ ഇതിനകത്ത് അശ്വിൻ ഗോക്ക് എന്ന് പറഞ്ഞ യൂട്യൂബർ ഈ സിനിമയെക്കുറിച്ച് പറയുന്ന കേട്ടാൽ എനിക്കറിയാം അയാൾ സിനിമ കണ്ടിട്ടില്ലാണ്, ഇല്ലെങ്കിൽ സിനിമ കണ്ടത് അയാൾക്ക് മനസ്സിലായിട്ടില്ല, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവാം, നമുക്കറിയില്ല. അപ്പോൾ റിവ്യൂ എന്ന് പറയുന്ന സാധനം പാടില്ല എന്ന് ഞാൻ പറയില്ല. റിവ്യൂ വേണം, പക്ഷേ റിവ്യൂവിനകത്ത് നമ്മൾ സത്യസന്ധന്മാരായിരിക്കണം. അതിനകത്ത് നല്ലതുണ്ടെങ്കിൽ നല്ലതായിട്ടും ചീത്തയുണ്ടെങ്കിൽ ചീത്തയായിട്ടും പറയാം. അങ്ങനെ പറയണം. അല്ലാതെ 100% വെറുതെ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി നെഗറ്റീവ് റിവ്യൂസ് എഴുതിയാൽ എങ്ങനെ ശരിയാവുക? വേറൊന്നുമല്ല, ഇത് ബാധിക്കുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ആ സിനിമയെ ഒരു പരിധിവരെ ബാധിച്ചേക്കാം. ഈ ടെക്നീഷ്യന്മാരെ അല്ല, ഒരു മനുഷ്യൻ കാശ് മുടക്കിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി. നമ്മളൊക്കെ വിശ്വസിച്ച് കാശ് മുടക്കിയ ഒരു പ്രൊഡ്യൂസറുണ്ട്. അയാൾ നിരപരാധിയാണ്. അയാളെ ആയിരിക്കും ഇത് അൾട്ടിമേറ്റായിട്ട് ബാധിക്കുക. അതുകൊണ്ട് എന്ത് പ്രയോജനം അവർക്ക് കിട്ടും? എന്നോട് വിരോധം ഉണ്ടെങ്കിൽ വേറെ ഏത് രീതിയിലും തീർക്കാം. അല്ല, ധ്യാൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് ആളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് തീർക്കാം. പക്ഷെ അതിന് ഈ സിനിമ എന്നുള്ള മാധ്യമം, കാരണം അതിലെ കമൻസ് വായിച്ചാൽ അറിയാം ഇവരാരും സിനിമ കണ്ടിട്ടില്ല. ധ്യാനിനെ ചീത്ത പറയാൻ വേണ്ടി മാത്രമാണ് ആ കമൻസ് മുഴുവൻ. പടക്കം 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 പൊട്ടി പൊട്ടി ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ ആ സിനിമയിൽ എങ്ങനെ അഭിനയിച്ചു? അപ്പോൾ റിവ്യൂസും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കമൻസ് ഒന്നും യാഥാർത്ഥ്യമല്ലെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ ഇപ്പം നേരത്തെ അദ്ദേഹം ചോദിച്ചല്ലോ, സോഷ്യൽ മീഡിയയുടെ ഇത്തരം വിമർശനങ്ങൾ പണ്ട് കാലത്തും മലയാള സിനിമയുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പടം ഓടാൻ ഒരാഴ്ച ഒരു സമയം കൊടുക്കും, ഒരു സാമാന്യ ഒരു മര്യാദ, കുറച്ച് പേര് കണ്ടോട്ടെ. അതായത് ഇപ്പം എനിക്കൊരു സിനിമയെക്കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായം ഞാൻ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്താണ്? അപ്പം ഞാനിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇയാളത്ര ശരിയല്ല കേട്ടോ എന്ന് ഇദ്ദേഹം പറഞ്ഞാൽ ആ ഒരു പിക്ചറോടുകൂടെ മാത്രമേ ആ വ്യക്തിയെ ഇദ്ദേഹം കാണുകയുള്ളൂ. അതങ്ങനെയല്ലല്ലോ. എനിക്കുള്ള അഭിപ്രായം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ, അത് ഞാൻ സമൂഹത്തിന് മുൻപാകെ, അതും ഇറങ്ങിയ അന്ന് തന്നെ ഇതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ, അന്ന് തന്നെ ഇത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് സാമിയേട്ടന് വേണ്ടി മാത്രമല്ല ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്. കാരണം ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഇപ്പം സാമിയേട്ടൻ പറഞ്ഞു ഇതിന് പിന്നിൽ ബാധിക്കപ്പെടുന്ന ഒരുപാട് തൊഴിലാളികൾ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവുണ്ട്.
സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായിരുന്നു ശ്രീ സുരേഷ് കുമാർ. ഞാൻ ബോർഡ് മെമ്പറായിരുന്നു. ഞങ്ങൾക്കറിയാം ഒരു സിനിമ ഓടുമ്പോൾ 10 രൂപയാണ് ക്ഷേമനിധി ബോർഡിൽ, 3 രൂപ അല്ലേ, 3 രൂപയാണ് നമുക്ക് ക്ഷേമനിധി ബോർഡിലേക്ക് വരുന്നത്. ഈ 3 രൂപയിൽ നിന്ന് 3 രൂപ ഓരോ ആള് ടിക്കറ്റ് എടുക്കുമ്പോഴും ആ 3 രൂപ കൂട്ടി വെച്ച് എമൗണ്ട് വെച്ച് സിനിമാക്കാർ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്. എനിക്കറിയാം ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽ 4-ാം തീയതി ആയി, പൈസ വന്നില്ല, മരുന്ന് വാങ്ങിക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു സിനിമ ഓടുമ്പോൾ നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ ഒരുപാട് ലോക്ക്ഡൗൺ സമയത്ത് ആദ്യം കുറേ നാൾ കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫണ്ട് ഇല്ലാതായപ്പോൾ, കാരണം തിയേറ്ററിൽ സിനിമ വരുന്നില്ല, പിന്നീട് ഗ്രാജുവലായിട്ട് വന്ന് കാന്താര പോലുള്ള സിനിമകൾ വന്നപ്പോൾ നമുക്കൊക്കെ ഏത് ഭാഷയുമാകട്ടെ തിയേറ്ററിൽ ആളുകൾ നിറഞ്ഞ് ഓടുമ്പോൾ ഇതിൽ നിന്ന് സന്തോഷമായി ഒരു നേരത്തെ പിന്നെ അവരവരുടെ അസുഖങ്ങൾക്ക് അത് നിങ്ങൾ വിചാരിക്കണ മാതിരി സിനിമാക്കാർ മാത്രമല്ല, ഓട്ടംതുള്ളൽ, കഥകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, നാഗസ്വരം, ദവില്, മദ്ദളം എന്ന് വേണ്ട എല്ലാ കലാകാരന്മാരും അല്ലേ, എല്ലാ കലാകാരന്മാർക്കും ഈ സിനിമ ഓടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈ 3 രൂപയിൽ നിന്നാണ് ഓരോരുത്തർക്ക് ഇത് 3700-ലധികം ആളുകൾ ഈ എമൗണ്ട് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എത്ര ആൾക്കാർ! അപ്പോൾ ഒരു സിനിമ ഒരാൾക്ക്, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഏതൊരു വ്യക്തിയും, ഞാനിപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞ് ആ ആൾക്ക് ഒരു വലിയ പ്രശസ്തി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പിന്നെ ഒരു സിനിമയെക്കുറിച്ച് സിനിമ കണ്ട് 11 മണിക്ക് സിനിമ കണ്ടു, 2 മണിക്കുള്ളിൽ ആ റിവ്യൂ ഇടുന്ന ഒരാൾ ഒരു സിനിമ നല്ലതാണ്, ഗംഭീര സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് താഴെ കമൻ്റ് ഇടുന്നവരോ അത് കണ്ടവരോ കൂടിപ്പോയാൽ ഒരു 100 പേരോ 200 പേരോ ഉണ്ടാവും. അതേസമയം ഒരു മോശം സിനിമയാണ് എന്ന് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ റിവ്യൂ കൂടുന്നു, അത് ഷെയർ ചെയ്യുന്നു, അതിൻ്റെ കമൻറ്റ്. അപ്പോൾ ഈ നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും അധികം ഇവിടെ പ്രചരണം കൂടുന്നത്. അപ്പം ഈ ആൾ എന്തിനാണ് ഇങ്ങനെയുള്ളവർ, ഇങ്ങനെ വിമർശിക്കുന്നവർ എന്തിനാണ്? അവർ പൈസ ഉണ്ടാക്കാനാണല്ലോ. അവർക്ക് ഈ യൂട്യൂബിൽ കൂടി ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോൾ അവർ പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയല്ലേ നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നെയല്ലേ ഒരു സിനിമ ചെയ്യുന്നത്. ആ സിനിമയിൽ കൂടി സിനിമ നിർമ്മിച്ച നിർമ്മാതാവ്, സംവിധായകൻ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ചായ കൊടുക്കുന്നവർ മുതൽ ഈ പറഞ്ഞ ക്ഷേമനിധി ബോർഡിൽ ഉള്ളവർ, ഈ 4000 രൂപ പെൻഷൻ വാങ്ങിക്കുന്നത് വരെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്, ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു സിനിമയെക്കുറിച്ച് മോശമായി പറഞ്ഞാലും ഞാൻ തിയേറ്ററിൽ മാത്രമേ സിനിമ പോയി കാണൂ, ഞാൻ OTT-യിൽ കാണില്ല. വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഇപ്പം ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ, അതുപോലെ എത്രയോ മിഥുനം ഭയങ്കര സക്സസ് ആണ്. എവിടെ? ഓൺലൈൻ മാധ്യമങ്ങളിൽ, യൂട്യൂബിൽ അതിങ്ങനെ കോടിക്കണക്കിന് ആൾക്കാർ കണ്ടോണ്ടിരിക്കുക. തിയേറ്ററിലധികം പോയിട്ടില്ല. ദേവദൂതൻ തിയേറ്ററിലധികം പോയിട്ടില്ല. പക്ഷേ കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ ടേസ്റ്റ് മാറുന്നു എന്ന് പറയുന്ന മാതിരി ഒരു ചെറിയ വാക്ക് കൊണ്ട് ഒന്നും ആലോചിക്കാതെ ചെയ്യുന്ന ഇത്തരം വിമർശനങ്ങൾ, താങ്കൾക്ക് വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. പക്ഷേ ഒരാഴ്ച ഒരു സമയം കൊടുക്കുക. ഇതൊരു എല്ലാവരും ഇവിടെ സ്പീൽബർഗ് ഒന്നും അല്ല, എല്ലാവരും സാധാരണ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ 100% ബെസ്റ്റ് സിനിമ എന്ന് പറയുന്നത് അപൂർവം മാത്രമേ സംഭവിക്കൂ. അപ്പം അത് പടങ്ങൾ ഓടട്ടെ, എല്ലാവരും ഇവിടെ ജീവിക്കട്ടെ. ഇങ്ങനെ താങ്കൾ മാത്രം, ഇത്തരം വീഡിയോ ചെയ്യുന്നവർ മാത്രം ഇങ്ങനെ ഇത് ഇട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ റിവ്യൂസും ഷെയറിങ്ങും കൊണ്ട് ജീവിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വലിയൊരു വിഭാഗം ഈ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, ഇതിൽ നിന്ന് കിട്ടുന്ന ആ 3 രൂപയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് കൂടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ദയവ് ഇത് മനസ്സിലാക്കണം. യൂട്യൂബർ പറഞ്ഞുകൊണ്ടല്ല ഹൗസ്ഫുൾ ആവുന്നത്, അത് ആയിരക്കണക്കിന് ആൾക്കാർ ഇറങ്ങി മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഇത് പറയുന്നത്. ഇപ്പം ഞാൻ പടം കണ്ടിറങ്ങി നല്ലതാണെങ്കിൽ 5 പേരെ വിളിച്ച് പറയും പടം നന്നായിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ ഈ യൂട്യൂബറെ കണ്ടുകൊണ്ട് മാത്രമല്ല പടം ഹിറ്റാവും. ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ആ ഒരാഴ്ച ആളുകൾ കയറി കണ്ടിട്ട് അവർ പറയട്ടെ, ആ പടം അവർ സ്വയം പറയട്ടെ. അത് നമ്മൾ ഉടനെ സമൂഹ മാധ്യമം എന്ന് പറയുന്നത്
കോടിക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ. നമ്മൾ ഒരാളോട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പറയുന്നത് പോലെ അല്ലല്ലോ ഒരു സമൂഹ മാധ്യമങ്ങളിൽ കൂടി, പ്രത്യേകിച്ച് ഈ പറയുന്ന മാതിരി ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ഒരു സംവിധാനം. ഇതുപോലെ ഒരുപാട് സിനിമകൾ, ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത സിനിമ ഇന്ന കുഴപ്പങ്ങളിട്ട് പറയട്ടെ, തീർച്ചയായിട്ടും രൂക്ഷമായി തന്നെ ഒരു സമയം കൊടുക്കൂ. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാഴ്ച വേണ്ട, ഒരു 3-4 ദിവസം ഒരു സമയം കൊടുക്കൂ എന്നേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ ഞാൻ കണ്ടു ഇത് പൊട്ട സിനിമ, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ താഴെ വന്നിട്ട് അതിൽ ഇന്ന സീൻ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേഷൻ ഇന്ന രീതിയിൽ ശരിയായില്ല, നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ശരിയായില്ല, നിങ്ങളുടെ സ്ക്രിപ്റ്റ്, ഇതൊക്കെ പറയട്ടെ. പറയുന്ന എന്താണ്? പറയുന്ന ഭാഷ എന്താണ്? തെറി വിളിയാണ്. ഏതൊരു വിഷയത്തിനും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റാം, നമ്മുടെ വാക്കുകളിൽ കൂടെ, നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ, നമ്മുടെ സിനിമകളിൽ കൂടെ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇതുണ്ടാവും. പക്ഷേ അതിന് താഴെ വന്ന് വളരെ ആരോഗ്യപരമായി വിമർശിക്കുന്നതിന് പകരം അടിച്ചമർത്തിയിട്ടുള്ള ഈ വിമർശനം, അത് ഒന്ന് മിതപ്പെടുത്തുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയുന്നത്. അതായത് ഇപ്പം ലോക സിനിമയും മലയാള സിനിമയായിട്ട് കമ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം 3-4 പടങ്ങൾ ഓടി എന്നുള്ളത് ശരിയാണ്. മലയാളത്തിൽ ആദ്യം തുടക്കത്തിൽ, അത് കഴിഞ്ഞ് പൊളിഞ്ഞു പോയ പടങ്ങൾ, അടിപടല പോയ പടങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. 4-5 പടങ്ങളേ ഉള്ളൂ ആദ്യത്തെ ഈ വർഷം ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞ് പോയ പടങ്ങളെ കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഈ 4-5 പടങ്ങളുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. പടങ്ങൾ നല്ലതായിരുന്നു, നന്നായിട്ട് ഓടി, അതൊക്കെ ശരി. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞില്ലേ വെട്ടിക്കളഞ്ഞു എന്നുള്ളത്, ഇത് ഞങ്ങൾ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ്. ഇന്നലെ ഒന്നും തുടങ്ങിയല്ല. അന്ന് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുമില്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല. ഞങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയിട്ട് ഓരോ ദിവസവും ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി വെട്ടി മാറ്റിയിട്ടുണ്ട്. ഒരു എഡിറ്ററെ കൊണ്ട്, അസിസ്റ്റന്റ് എഡിറ്ററെ കൂടെ വിട്ടിട്ട് ഇത് വെട്ടി മാറ്റും. ലെങ്ത്തും കൂടി പോയിട്ട്, അല്ലെങ്കിൽ ലാഗ് അടിക്കുന്ന സീന്, ഇതെല്ലാം എടുത്ത് മാറ്റിയ ചരിത്രം എത്രയോ വർഷങ്ങളായിട്ട്. ഞാനൊക്കെ സിനിമ 81 സിനിമ തുടങ്ങിയിട്ട് ഞാൻ ഒരു 90 ഈ ഇതുവരെ എനിക്ക് എൻ്റെ മിക്കവാറും പല സിനിമകൾ നമുക്ക് മോശമായെന്ന് തോന്നിയ സിനിമകളിലൊക്കെ നമ്മൾ പോയി വെട്ടിയിട്ടുണ്ട്, ലെങ്ത് കൂടുതലായിട്ട്. അന്നേ തുടങ്ങിയിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇരിക്കുന്നു. ഞങ്ങൾ ലെങ്ത് കൂടെ, അന്ന് ഇവരാരും വിമർശിച്ചിട്ടാണെങ്കിൽ ഇത് പറഞ്ഞിട്ടല്ല, ഇന്ത്യനെ ഇപ്പം കൂടി ഇവർ പറഞ്ഞിട്ടല്ല. അവർക്ക് തോന്നി മൊത്തത്തിൽ ആൾക്കാരുടെ ഒരു പ്രേക്ഷകന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് അവിടെ കൊള്ളൂല, ഇവിടെ ലാഗ് അടിക്കുന്നു പറഞ്ഞാൽ കെട്ടിക്കളയും. ഞങ്ങൾ വെട്ടിയിട്ടുള്ളതാണ്. ഞാനൊക്കെ ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് സിനിമയിൽ അതിൻ്റെ അകത്ത് വരെ ഞാൻ വെട്ടിയിട്ടുണ്ട്. അറിയാം, നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പം അന്ന് ഈ സോഷ്യൽ മീഡിയ ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ ഇവർ പറയുന്നത് കേട്ട് ഇവരുടെ റിവ്യൂ അനുസരിച്ചല്ല ഞങ്ങൾ സിനിമ എടുക്കുന്നതും. ഇനി നാളെ ഇവർ പറയും ഇങ്ങനെ സിനിമ എടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? അവർ നമ്മളെ സിനിമാക്കാരെ പഠിപ്പിക്കാൻ വരികയാണെന്ന് വെച്ചാൽ, എങ്കിൽ അവരൊരു സിനിമ എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരട്ടെ. ഏറ്റവും മെച്ചമുള്ള സിനിമ അവർ ചെയ്ത് ഞങ്ങളെ കാണിച്ചു തരട്ടെ, എന്നിട്ട് പറയട്ടെ റിവ്യൂ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയം കൊടുത്തിട്ട് പറയും. ഇത് ഇറങ്ങിയ ഉടനെ ഇതൊരു തല്ലിപ്പൊളി പടമാണ്, ഇത് ഒരു വായിക്ക് കൊള്ളൂല, മറ്റേ അങ്ങനെയാണ് ഒരു പടത്തിനെ കുറിച്ച് പറയുന്നത്. കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോട്ടെ. അത് കഴിഞ്ഞിട്ട് അങ്ങേര് പോയിട്ട് എവിടെ വേണോ 4-5 ദിവസം കഴിഞ്ഞ് ഈ ഒരു റിവ്യൂ നടത്തട്ടെ. ഒരു പ്രൊഡ്യൂസർ മുടക്കുന്ന കാശ്, കോടിക്കണക്കിന് രൂപയുടെ കാശ് മുടക്കിയ ഒരു സാധനമാണ് വന്ന് നിന്നുകൊണ്ട് ഒരു ക്യാമറയുടെ ഒരു ചെറിയ ഒരു മൊബൈൽ ക്യാമറ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നത് ഇത് ഒരു വായിക്ക് കൊള്ളൂല, ഇത് മോശമാണെന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. എത്ര ഒരു പ്രൊഡ്യൂസറിനെ ചങ്കിലിട്ട് കുത്തുന്ന പോലാണത്. അയാളുടെ ജീവിതമാർഗമാണ് കളഞ്ഞു കുളിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. ഇവർക്ക് അത് തന്നെ വിമർശിച്ചോട്ടെ, എന്തിനെ വിമർശിക്കാം? നമുക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എന്തിനേയും ഭരണഘടന തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ്? അതിന് സമയവും സന്ദർഭവും ഒക്കെ ഉണ്ടല്ലോ, അത് നോക്കി ചെയ്യട്ടെ. കണ്ടിട്ടുള്ളവർക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയാം, അവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കാണാത്തവർ മറ്റു ചില ഉദ്ദേശത്തോടെ, എനിക്കറിയാം ഇതിനകത്ത് യശ്വന്ത് ഗോപ് എന്ന് പറയുന്ന ആളുടെ വ്യൂവേഴ്സ് എത്രയുണ്ടെന്നും അയാളുടെ എത്ര പേര് ആ യൂട്യൂബിൻ്റെ പൈസയ്ക്ക് വേണ്ടി, അയാൾ വേറെ ആളുടെ പൈസയൊന്നും വാങ്ങിക്കില്ല, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ട് അയാളുടെ നമ്പർ ഓഫ് വ്യൂസ് കൂടുമ്പോൾ. അതിനായിട്ട് കാരണം പോസിറ്റീവായിട്ടൊരു സിനിമയെക്കുറിച്ച് എഴുതിയ ആരും കാണില്ല, അതിൻ്റെ വ്യൂസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ ഈ അയാളുടെ ഭാഷാശൈലിയും ഒരു ഭാവപ്രകടനവും എല്ലാം കൂടി ചേർത്ത് ഒരു സിനിമയെ വിമർശിക്കാൻ ഭീകരമായ പ്രേക്ഷകരെ വ്യൂ ആയിട്ട് കിട്ടും. അതിൽ നിന്ന് അയാൾക്ക് അത്രത്തോളം കോൺട്രിബ്യൂഷൻ കിട്ടും.
പക്ഷേ ആ കിട്ടുമ്പോൾ ഇവിടെ വേറൊരു ഒരു പറ്റം മനുഷ്യർ, ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെയും സുരേഷ് പറഞ്ഞ പോലെയും എല്ലാം ഇപ്പുറത്തിരിക്കുന്ന വലിയൊരു വിഭാഗം അതിൻ്റെ സഫറിയാണ്. അതും അവർ ചെയ്യാത്ത കുറ്റത്തിന്. ഏത് സിനിമയെ ക്രിട്ടിസൈസ് ചെയ്താലേ, ചീത്ത സിനിമയോ നല്ല സിനിമയോ ഞങ്ങൾ വ്യാഖ്യാനിക്കാറില്ല ഒന്നിനും. കാരണം ഞങ്ങൾ ഈ ട്രേഡിൽപ്പെട്ടവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു സഹപ്രവർത്തകൻ്റെ സിനിമയെ വിമർശിക്കാനോ കുറ്റം പറയാനോ ഞങ്ങൾക്ക് സാധിക്കില്ല, പറയാറില്ല. പിന്നെ അതിനകത്ത് എന്തെങ്കിലും വളരെ കൃത്യമായിട്ട് തോന്നിയാൽ അയാളെ കണ്ടാൽ അയാളുള്ളത് സൂചിപ്പിക്കുന്നതല്ലാതെ നമ്മളൊരു പൊതുവിമർശനം നടത്താറില്ല ആരും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ വിമർശിക്കേണ്ട, ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയൊക്കെ പറഞ്ഞ ഒരാഴ്ചയോ ഒരു 10 ദിവസമോ കഴിഞ്ഞിട്ട് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ, മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. മുമ്പ് ഈ വിഷ്വൽ മീഡിയയ്ക്ക് മുമ്പ് മാതൃഭൂമിയിലൊക്കെ സ്ഥിരമായിട്ട് കോഴിക്കോടൻ എന്നുള്ള ഒരു വിമർശനം വരും. അതൊക്കെ മിനിമം ഒരു 10-15 ദിവസമെങ്കിലും കഴിയണം. വളരെ വിശദമായിട്ടൊക്കെ വിമർശിക്കും, കാര്യമായിട്ട് വിമർശിക്കും. നമുക്കതിന് ഉൾക്കൊള്ളാനും പഠിക്കാനും ഉണ്ടാവും ആ വിമർശനത്തിന്. അങ്ങനെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇറങ്ങിയ 3-ാം ദിവസം ഇതിൻ്റെ ഒരു ഷോ പോലെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോഴും നമ്മുടെ ഒരു മനസ്സിന് ചാഞ്ചല്യം എങ്ങനെയാണ്, എവിടെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെവി കൊടുപ്പിക്കും. അത് അയാൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജിന് വേണ്ടി, ഒരു വ്യക്തിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജിന് വേണ്ടി ഒരു വലിയൊരു വിഭാഗത്തെ അയാൾ കഷ്ടത്തിലാക്കണം. ഇപ്പം മമ്മൂട്ടിയുടെ മോഹൻലാലോ പടം പോലെയല്ല താഴത്തുള്ള അല്പം ഉയർന്നു വരുന്ന ആർട്ടിസ്റ്റിൻ്റെ പടങ്ങളൊക്കെ. അപ്പോൾ അവർ നാച്ചുറലി, കാരണം അങ്ങനത്തെ ഒരു പടം കാണാൻ പോകാൻ ഒരു പ്രേക്ഷകരിലൂടെ ചെറിയൊരു മടിപ്പ്, ഈ അഭിപ്രായം കേട്ടാണ് ഒരു തിയേറ്ററിലേക്ക് പോകുക. അതാണ് ഒരു സൈക്കോളജി. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേക്കും അത് വേണ്ടാന്ന് വയ്ക്കും, OTT കാണാം, ഇല്ലെങ്കിൽ സാറ്റലൈറ്റിൽ കാണാം. പക്ഷേ ഇത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കിട്ടുന്ന ഈ നിസ്സാര പ്രയോജനത്തിന് വേണ്ടി വലിയൊരു സംഘം ആളുകളും അതിന് വേണ്ടി കാശ് മുടക്കിയ ആൾക്കാരും അനുഭവിക്കുന്ന മനോവേദന കുറച്ചൊന്നുമല്ല. അവർക്കതുകൊണ്ട് ഒരു ലാഭവുമില്ല, ഒന്നുമില്ല. തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പടം കാണാൻ പോയപ്പം ഇതിപ്പോൾ അവരെ പിടിച്ചു, അവരെ ഫോളോ ചെയ്താണ് പിടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. തിയേറ്ററുകാരും ജാഗ്രത പുലർത്തിയാലേ നടക്കും. തിയേറ്ററിൻ്റെ കളക്ഷനാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ പോകുമ്പം ഞാനും എൻ്റെ ഫാമിലിയും പുറകിരിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന 4 പേര് ഒരു തമിഴ് പടമാണ്. അത് തുടങ്ങുമ്പോൾ എടുത്തു വെച്ച് 4 പേരും അങ്ങ് ഷൂട്ട് ചെയ്ത് തുടങ്ങുക. 4 പേര്. ഞാൻ ചാടി എണീറ്റ് ഞാൻ പറഞ്ഞു ഇവിടെ ചെയ്യാൻ ഒക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് പറയാണ്, താൻ കൊണ്ടുപോയി കേസ് കൊടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ പറഞ്ഞു ഇപ്പം കാണിച്ചു തരാം, ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം വിളിച്ചേനെ. വെറുതെ അപ്പോഴത്തേക്ക് അവർ നിർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് പറയാണ്, ഞങ്ങൾ വെറുതെ ഒരു ഷോട്ടേ എടുത്തുള്ളൂ. ഒരു ഷോട്ട് പോലും എടുക്കാൻ അവർക്ക് അർഹതയില്ല, അവർക്ക് പറ്റത്തുമില്ല, അംഗീകാരമില്ല. അത് ഓരോരുത്തരങ്ങ് ചെയ്യുക. അതിൻ്റെ കുറെ ക്ലിപ്പ് എടുക്കുക, എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അവരെ ഇന്റർവ്യൂവിൽ എന്നെ കണ്ടതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായി ഞാൻ ഇന്നാരാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് അവർ പിന്നെ അത് മിണ്ടായിരുന്നത്. അപ്പൊ ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ തിയേറ്ററുകാർ, ഞാൻ മാത്രമല്ല തിയേറ്ററിലും പോയി നോക്കാൻ ഒക്കില്ല. തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനും ഇതിനു വേണ്ടി അവർ ഉത്തരവാദിത്വമുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ തിയേറ്ററിലെ ഉടമസ്ഥന്റെ അടുത്ത് പോയി പറയാം. തിയേറ്റർ ഉടമയ്ക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ആരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ എന്ന്. പേരീസ് പ്ലസിൽ പോലീസിന്റെ സൈബർ സെക്യൂരിറ്റി വന്നിട്ട് അവർ ബുക്ക് ചെയ്തത് ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അല്ലാതെ ആ തിയേറ്റർ ഉടമ പോയി പറഞ്ഞിട്ടല്ല, ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ഈ തിയേറ്ററിൽ ഇത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ടെലഗ്രാം പോലെ ഒരു ആപ്പ്, അതിൻ്റെ അകത്ത് ഇത് മുഴുവൻ ഞങ്ങളിപ്പം ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിനെയും കൂടെ വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ വെച്ച്. ഞങ്ങൾ ഈ ആപ്പ് നിരോധിക്കണം എന്നും പറഞ്ഞ ഒരു ക്യാമ്പയിനിങ് തുടങ്ങാൻ പോവുകയാണ്. ടെലഗ്രാം ആപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന അതിൻ്റെ അകത്തു നിന്നുള്ള അവരാണ് ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇവരുമായിട്ട് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കങ്ങൾ നടത്താൻ പോവുകയാണ്. അത് നടക്കുമോ നടക്കാതിരിക്കും, എന്തായാലും നമ്മൾ ചെയ്യാൻ പോവാം. പടം റിലീസ് ഒരു മണിക്കൂറിനകത്ത് വരും. എല്ലാ പടങ്ങളും വരില്ലേ. ഇത് പോയിരുന്നു ഇപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും റിലീസ് ചെയ്യും. എവിടെ പോയിരുന്നു ഏതോ ഒരുത്തന്നെ എടുത്തിട്ട് അത് ലോഡ് ചെയ്യാണിത്. ഇപ്പൊ റോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. റോക്കേഴ്സിനെ ഞങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഞങ്ങൾ പോയി ആ ഒരു പറ്റം പോലീസ് സഹായത്തോടു കൂടി ഞങ്ങൾ പോയി കോയമ്പത്തൂരിൽ നിന്ന് അവരെ പൊക്കിക്കൊണ്ട് വന്നതാണ്. ഇവിടെ കൊണ്ട് ഇട്ടിരുന്നത്, ഇവിടെ സെൻട്രൽ ജയിലിൽ.
ഒരു 4-5 മാസം ഇവിടെ കടന്നിട്ടാണ് പിന്നെ അവർക്ക് ജാമ്യം കിട്ടിപ്പോയത്. അവർ വീണ്ടും ഇറങ്ങിയിരിക്കുക. ഇപ്പൊ നാളെ മറ്റന്നാൾ ഞങ്ങളുടെ ജനറൽ ബോഡി യോഗം ഉണ്ട്, അതിൽ ഞങ്ങൾ സംസാരിക്കും, അതിന്റെ കാര്യങ്ങളും സംസാരിക്കും. തിയേറ്ററുകാർ കുറച്ചും കൂടി ജാഗ്രത പുറത്ത്.